നമസ്കാരം. ബിഗ് ബോസ് ഇന്നലത്തെ എപ്പിസോഡ് പൊതുജനങ്ങൾക്കും അതിലെ ഇൻമേറ്റ്സിനും ഒക്കെയുള്ള ഒരു സന്ദേശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കാച്ചി കുറുക്കി എടുക്കുകയാണെങ്കിൽ എവിക്ഷൻ പ്രക്രിയയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അതായത് ആദിലയും ഷാനവാസും മാത്രമാണ് എവിക്ഷനിൽ വരാഞ്ഞത്. ഷാനവാസ് ആശുപത്രിയിലായതുകൊണ്ട് തന്നെ ആദില മാത്രമേ ഇന്നലെ എവിക്ഷനിനകത്ത് വരാത്ത ഒരേ ഒരാളാണ്. പിന്നെ അതേപോലെ തന്നെ ആൾക്കാരെ കുറിച്ച് ഇനിയുള്ള ഇവരുടെ പ്രകടനം കണ്ടിട്ടാണ് ആൾക്കാരെ വോട്ട് ചെയ്യുന്നതും ഫൈനലിലേക്ക് എത്തുന്നതും. ഇനിയിപ്പോൾ രണ്ടാഴ്ച കൂടിയേ ഉള്ളൂ. ആ രണ്ടാഴ്ച കൃത്യമായിട്ട് ആൾക്കാരെ വെറുപ്പിക്കാതെ കളിച്ചാൽ ഓരോരുത്തർക്കും ഫൈനലിൽ എത്താം എന്നതിനുള്ള കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ ഓരോരുത്തരെയും കള്ളക്കളികൾ കൃത്യമായിട്ട് ലാലേട്ടൻ പൊളിച്ചെടുക്കുന്നുണ്ട്. ആദിലയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ആദില എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ടത്? ആരോ ഒരാൾ എനിക്ക് വോട്ട് ചെയ്തില്ല ലാലേട്ട എന്ന് പറയുന്നത് സാബുമാനാണ്. നമ്മൾ ആ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ കണ്ടതാണ്. ആ ലൈവ് കണ്ടവർക്ക് അറിയാം അതിനെക്കുറിച്ച്. സാബുമാൻ എന്തൊരു മണ്ടനാണ്, അവന് അതിലെ കൂടെ പേരൂടെ പറഞ്ഞിരുന്നെങ്കിൽ, കാരണം അവർക്ക് ഒരു ഓപ്പൺ നോമിനേഷൻ ആയിരുന്നല്ലോ അല്ലെ, ഓരോരുത്തർ ഇരിക്കുന്നിടത്തായിരുന്നു നോമിനേഷൻ. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചു ആരുടെയാ പറയുന്നതെന്ന്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ നെവിൻ്റെതും എനിക്ക് തോന്നുന്നു ആരിൻ്റെ ഓരോ പേരാണ് നമ്മൾ സാബുമാൻ പറഞ്ഞത്. അപ്പോൾ സാബുമാൻ ഒരു പേര് ആദിലയോട് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആദില എന്തിൽ വന്നേനെ, എവിക്ഷനിൽ വന്നേനെ. അങ്ങനെ വന്നിരുന്നെങ്കിൽ നൂറയ്ക്ക് അത് ഗുണം ചെയ്തേനെ. കാരണം വോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നൂറയ്ക്ക് ഇനി കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം നൂറയുടെ പ്രകടനം അത്തരം പ്രകടനമായിരുന്നു. അപ്പോൾ അതിലേക്കും നൂറയ്ക്കും ഉള്ള ഒരേ ആൾക്കാരാണ് അവരുടെ വോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ വോട്ടുകൾ ഉറപ്പായിട്ടും നൂറയ്ക്ക് എത്തിയതിന് ആദില ഈ പ്രാവശ്യം എവിക്ഷനിൽ പുറത്തു പോവുകയും ചെയ്തേനെ. അതിനുള്ള അവസരമാണ് ഇൻവേഴ്സ് സത്യം പറഞ്ഞാൽ ഇല്ലാതാക്കിയത്. അതേപോലെ തന്നെ നെവിനും ഷാനവാസും തമ്മിലുള്ള ഇഷ്യൂ, അത് ബുദ്ധിപൂർവ്വമാണോ അല്ലാതെയാണോ എന്ന് എനിക്കറിയില്ല. ആ വിഷ്വൽസ് കാണിച്ചത് നമ്മളൊക്കെ ലൈവ് കണ്ട അതേ വിഷ്വൽസ് തന്നെയാണ് കാണിച്ചത്. പക്ഷേ ആ നെവിൻ്റെ സൈഡ് വ്യക്തമായിട്ട് കാണത്തക്ക രീതിയിലുള്ള വിഷ്വൽ കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ ക്ലാരിറ്റി കിട്ടിയേനെ. പക്ഷെ അത് കാണിച്ചില്ല അവർ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കൊള്ളാം, ഷാനവാസ് സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ അറിയാം. പിന്നെ അതിനകത്ത് നെവിൻ കൃത്യമായിട്ട് തന്നെ നെവിൻ്റെ സ്റ്റാൻഡ് പറയുന്നുണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ അനുമോളുടെ കാര്യത്തിലും എന്തുകൊണ്ടാണ് അനുമോൾക്കോട് ഇത്ര വൈരാഗ്യമെന്നും അല്ലെങ്കിൽ ഇതുപോലെ ട്രിഗർ ചെയ്യുന്നതെന്നും കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അനുമോളുടെ ഒരു സ്വഭാവമാണത്. എല്ലാവരും അനുമോളെ പുകഴ്ത്തി പറയുന്നുണ്ട്, അനുമോൾ ഇങ്ങനെയല്ല, അനുമോളുടെ ഗെയിം ആണെന്നൊക്കെ പറയുമ്പോൾ പോലും ഒരാളുടെ ആണത്തത്തെ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ആത്മഹത്യക്ക് തുല്യമാണ്. നീ ആണാണോടാ, നിനക്ക് എന്ത് ആണത്തോടാ ഉള്ളത്, നിന്നെപ്പോലുള്ള ആണുങ്ങളാണ് ഇത് ചെയ്തിട്ടുള്ളത്, നീ മോശം ആണാടാ എന്നൊക്കെ പറഞ്ഞുള്ള നെവിനെ എപ്പോഴും പോടാ, എനിക്ക് നിന്നെ കാണുന്നത്, എൻ്റെ മുഖം കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഇറങ്ങിപ്പോടാ. ഇതുപോലെ തന്നെയാണ് അക്ബറിനോടും പറയുന്നത്. ഇങ്ങനെയുള്ള സംസാരം ഒരു മനുഷ്യൻ എത്രത്തോളം മോശമായിട്ട് ബാധിക്കും എന്നതിനെക്കുറിച്ച് അനുമോൾക്കൊരു ധാരണ ഉണ്ടായിട്ടാണോ അതോ അവളുടെ ഗെയിം ആണെങ്കിൽ പോലും ഒരാളോട് ഇങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ടാണ് നെവിൻ അനുമോളോട് ഇത്ര ട്രിഗർ ചെയ്യുന്നത്. നെവിൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കുലസ്ത്രീ എന്നൊക്കെ സാധാരണ നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറല്ലേ ഉള്ളതല്ലേ എന്ന് ലാലേട്ടൻ അത് ചോദിക്കുന്നുമുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഷാനവാസിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ആരും കൊല്ലണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. അനുമോട് പറയുന്നത് കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, നീ കൊല്ലാൻ വേണ്ടി ചെയ്തതാണ്, നമ്മളത് കാണുന്നുണ്ട്, ശരിയാ, എന്നിട്ട് പിടിക്കാൻ ചെയ്തു. ഇത്രയും ഒരു തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനെ ഈ 3 പെൺകുട്ടികൾ പിടിച്ചാൽ പൊങ്ങില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അനീഷ് മാത്രം പിടിച്ചാലും പൊങ്ങില്ല, സാബുമാനും മാതും കൂടെ പിടിച്ചു. ഇവര് ആമ്പിള്ളേർ ബാക്കിയുള്ളവർ പിടിക്കാൻ തയ്യാറായിട്ട് ചെയ്തപ്പം അനുമോളും ഈ ആദിലെ നൂറയെ കൂടെ തട്ടി മാറ്റുക ചെയ്തത്. നിയന്ത്രണം, അതായത് അവർക്ക് അവിടെ സ്പേസ് ഉണ്ടാക്കുക ചെയ്തത്. അവർ നന്മമരം കളിച്ച് അവരവിടെ സ്പേസ് ഉണ്ടാക്കുക ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇവരിത് നാടകമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് പിടിക്കാൻ സഹായിക്കാൻ വേണ്ടി തന്നെ ചെന്ന. കാരണം ആര്യനെയൊക്കെ നമുക്കറിയാം, ആര്യനൊക്കെ ആരും സഹായിക്കും. ഇപ്പൊ എതിർ ഗെയിമിലുള്ളവരെ പോയിന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ആര്യം സഹായിക്കുന്ന അത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവർക്കത് പ്രയോജനം ചെയ്യാനാണോ അല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഒക്കെ ഒരു പോയിന്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻവേഴ്സിനുള്ള ഒരു ഹിൻസ് ആണ് അതൊക്കെ മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അവർക്ക്. കാരണം അങ്ങനെ ഒരു ഗെയിമൊക്കെ വരുമ്പോൾ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരുന്നാൽ അവർ മുന്നേറിപ്പോകും. ചിലപ്പോൾ ആദ്യം കളിച്ചവരെ കളിക്കുന്നതിനേക്കാളും പിന്നുള്ളവർ നന്നായിട്ട് കളിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ഒരു ഹിൻ്റാണ്. അതൊക്കെ ഇവർക്ക് മനസ്സിലായോന്നറിയില്ല. എന്തായാലും കൊള്ളാം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് മുമ്പോട്ട് പോയത്. ഇന്നലെ എവിക്ഷൻ ഉണ്ടായില്ല. ഇന്ന് ആര്യനാണ് പുറത്തു പോകുന്നത്. പക്ഷെ നെവിനാണെന്നുള്ള ഒരു ധാരണയിലാണ് നെവിൻ ഇരിക്കുന്നത്. അതിന് ആര്യൻ വന്ന് സമാധാനിപ്പിക്കുന്നതൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പം ഇന്ന് ആദിലയോട് ചോദിക്കുന്നുണ്ട് ആരാണ് സേവ് ചെയ്യണമെന്ന്. അപ്പോൾ പറഞ്ഞ് അനുമോളും നൂറയും. മനസ്സിലായോ? അപ്പോൾ പറഞ്ഞു അത് പറ്റില്ല ഒരാളെ. അപ്പം പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആദില ആരുടെ പേര് പറയും? നൂറയുടെ പേര് പറയും. നനീഷിനോട് ചോദിച്ച ഉടനെ നൂറയുടെ പേര് പറഞ്ഞു. സാബുമ്മ ചിലപ്പോൾ ആര്യൻ്റെ പേരോ അല്ലെ നെവിൻ്റെ പേരോ ആയിരിക്കും പറയാൻ സാധ്യത. എന്തായാലും അങ്ങനെ കൊള്ളാം. അതേപോലെ തന്നെ സാബുമാനോട് ചോദിക്കുന്നുണ്ട്, ഇല്ല എന്നെ പേഴ്സണലായിട്ടൊന്നും ട്രിഗർ ചെയ്യാൻ പോലില്ല, ഇനി എന്നെ എങ്ങനെ ട്രിഗർ ചെയ്യുന്ന നെവിൻ നന്നായിട്ട് അറിയാം, ആ രീതിയിൽ ട്രിഗർ ചെയ്യുന്നുള്ളൂ, ഞാൻ അതിന് പ്രതികരിക്കുന്നുണ്ട് ലാലേട്ട എന്ന് പറയുന്നുണ്ട്.
അപ്പൊ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടന്ന ഒരു സംഭവബഹുലമായ ഒരു ആഴ്ചയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അല്ലേ. അതിനകത്ത് കുറേ അതുപോലെ അതിനകത്ത് അനുമോള് ആൻ പിടിക്കാൻ ചെന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അനുമോള് കാണിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഇല്ല, ചിരിച്ചു ചിരിച്ചു എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അയാൾ ആദ്യം ചിരിച്ചു, ശരിയാണ്, ഇത് സത്യമാണോ ഇല്ലയോ എന്ന് നാടകമാണോ എന്ന് അയാൾക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ചിരിച്ചതാണ്. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലായി, അവർ പെട്ടെന്ന് സഹായിക്കാൻ ചെന്നു, ഇവർ സമ്മതിക്കുന്നില്ല. അതേപോലെ തന്നെ ആദില പറയുന്ന ഒരു നെവിൻ പറയുന്ന ഒരു സംഭവമുണ്ട്. ഷാനവാസിനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയ അന്ന് തന്നെ ഇവര് ഭയങ്കര തുള്ളിച്ചാടി വലിയ സന്തോഷം പങ്കിടുകയും അലറിക്കൂന്നും ഒക്കെ കണ്ടുവന്ന്. അപ്പം ആദില പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് എല്ലാവർക്കും വിഷമം ഉള്ളിലുണ്ട് ലാലേട്ട, എന്നാലും അത് ഞങ്ങൾ പുറത്ത് കാണിക്കാതെ, അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടെന്ന് തോന്നില്ല. നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞാവട്ടെ, അച്ഛനാവട്ടെ, അമ്മ ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലായാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെ, നമുക്കുണ്ടാകുന്ന മാനസിക, അതും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഹാർട്ട് സംബന്ധമായ വിഷയം, പനിയൊക്കെ ആണെങ്കിൽ പിന്നെ ഓട്ടേ നോക്കാം, അസുഖമായിട്ട് ഒരാൾ പോയി അതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ നമുക്കങ്ങനെ അട്ടഹസിക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ പറഞ്ഞ് മെഴുകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് എത്രത്തോളം പ്രേക്ഷകർ എടുത്തു എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. കാരണം എനിക്കങ്ങനെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം വന്നിരുന്നാൽ നമ്മൾ ആ തുല്ലഹസിച്ച് അട്ടഹസിച്ച് അത് മറക്കാൻ വേണ്ടി ശ്രമിക്കുമോ? ഒന്നുമില്ല അല്ലേ. ഒരു ദിവസം വന്ന് അത്രയും കാലം കൂടെ ജീവിച്ച ജിസേല് പോയപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് വിഷമം പോയെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയ അനുവിൻ്റെ കാര്യം, അനുവൊക്കെയാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. ഓർക്കുന്നുണ്ടല്ലോ അതൊക്കെ. അവരാണ് ഈ പറയുന്നത് ഞങ്ങൾ വിഷമമില്ല. ജിസേലിന് ഒരു കുഴപ്പമില്ല, ജിസേൽ എഫക്റ്റായി. ഇത് ഷാനവാസ് പോയത് അറ്റാക്ക്, അയാളുടെ ഹാർട്ടിന്റെ കംപ്ലൈന്റിലൂടെ അയാൾ പുറത്തു പോയത്. അപ്പൊ പിന്നെ ഇവർ പറയുന്നതിനകത്ത് എന്ത് അർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിരുന്നാലും സംഭവം ആൾക്കാർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ലാലേട്ടൻ മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് പറയാതെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ പ്രേക്ഷകർ എന്തിനോ വേണ്ടി കൈയടിക്കുന്നുണ്ട് ഇവനെ പറയുമ്പോൾ, എന്തോ ഒരു ഇതൊക്കെ പറയുമ്പോൾ, അതൊക്കെ അതിൻ്റെ പാർട്ട് ഓഫ് ദി സംഭവമാണ്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെയുള്ള കുറേ കുറേ ഹിന്ദികൾ ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. അതായത് ഇനി എല്ലാവരും എവിക്ഷനിൽ കൊണ്ടുവരണം എന്നുള്ളൊരു കേസ് കേട്ട്, അതേപോലെ ഇനി എല്ലാവരും നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ ഫൈനലിൽ എത്താൻ പറ്റില്ല എന്നുള്ളൊരു കേസ് കേട്ട് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആര്യൻ കുറച്ച് കള്ളക്കളിയൊക്കെ കളിച്ചോണ്ട്, ഇല്ലെങ്കിൽ ആര്യന് ആ ടിക്കറ്റ് ഫിനാലെ കിട്ടേണ്ടതാണ് അല്ലേ. അവൻ എപ്പോഴും കളിക്കും നന്നായിട്ട്, അവൻ അതിന് മാക്സിമം ചെയ്യും, പക്ഷെ അതിനിടയ്ക്ക് അവൻ എന്തെങ്കിലുമൊക്കെ ഒരു കുസൃതിത്തരങ്ങൾ കാണിക്കും. അത് അവൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷെ അവൻ കുറച്ച് ഹ്യൂമാനിറ്റി ഉള്ള ആൾ തന്നെയാണ്, നമ്മൾ പലയിടത്തും കാണാൻ സാധിക്കും. ഇപ്പം ഈ അനുമോളെ ആണെങ്കിൽ പോലും സഹായിക്കേണ്ടത് അവൻ സഹായിക്കാറുണ്ട്, നൂറയാണേലും ആദിലാണേലും ഒക്കെ. അതേപോലെ തന്നെ പറയാൻ പറ്റിക്കാൻ കാറിന്റെ ടാസ്കിനകത്ത് നെവിനെ ആദ്യമേ പുറത്ത് ചവിട്ടി പുറത്താക്കി, പിന്നെ നെവിൻ അവിടെ കിട്ടുന്ന പുസ്തകം എല്ലാം പിന്നെ അങ്ങ് അർമാദിക്കുമായിരുന്നു. പക്ഷെ അനുമോൾ അതിനിടയ്ക്ക് ആര്യനെ വഴക്ക് പറയുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നൂറ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോഴത്തേക്ക് ആദിലയും പുറകെ ഇരുന്ന് വഴക്ക് പറയുന്നുണ്ട് അനുമോളെ. അപ്പം അനീഷിനെ ആശ്വസിപ്പിക്കാൻ അനുമോള് നിൽക്കുന്നു, ആദിലയുടെയും നൂറയുടെയും ആര്യൻ്റെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആദില നിൽക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ഡോറ് തുറന്നു കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ അനുമോളെ സത്യം പറഞ്ഞ ഇവിടുത്തെ ആണുങ്ങൾക്ക് പേടിയാണ്. അനുമോൾ ഒന്ന് കൈ ചൂണ്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. കാരണം അക്ബർ ചോദിക്കുന്നുണ്ട്, അക്ബർ കാരണം ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. അപ്പോഴത്തേക്ക് അബ്രഹീം ഞാൻ കാരണോ എന്ന് ചോദിച്ചാൽ അവർക്കിടന്ന് അക്ബർ വെളി പിടിക്കുകയാണ്. അപ്പം അനുമോളുടെ ഒരു സ്ട്രാറ്റജി ഇതാണ്, എല്ലാവരെയും നാണം കെടുത്തി, നീ മണ്ടനാണ്, നീ പൊട്ടനാണ്, നീ വൃത്തികെട്ടവനാണ്, നീ കുളിക്കാത്തവനാണ്, നീ നെവിനോട് പറഞ്ഞു നീ ഒരു ഷഡ്ഡിയെ എടുത്തുള്ളൂ, അത് ഷഡ്ഡി പോലും ഇടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മോശം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അനുമോളുടെ വായിന്ന്, വേണ്ടാത്ത കാര്യങ്ങൾ. പക്ഷെ അനുമോളെ ആരും ഒന്നും പറയാൻ പാടില്ല. അപ്പോഴത്തേക്ക് പിന്നെ അനുമോൾ പിന്നെ അങ്ങ് ട്രിഗർ ചെയ്യും. കഴിഞ്ഞ ദിവസമൊക്കെ ആ ഷാനവാസിന്റെ ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് അനുമോള് ടോയ്ലറ്റ് ലെവലിൽ അവിടുന്ന് ഉറഞ്ഞു തുള്ളി വരുന്ന ഒരു വരവൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സത്യം പറഞ്ഞാൽ കാണേണ്ടതായിരുന്നു. ഇത് കാണുമ്പോൾ എന്നെ കുറച്ച് പേര് ചിത്ത വിളിക്കാൻ വരുമായിരിക്കും, പക്ഷെ ഞാൻ കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും എനിക്ക് അതിനകത്ത് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് നെവിനുണ്ട്, ഷാനവാസ്, ആര്യന്, അക്ബർ. ഇവരൊക്കെ ശരി, അക്ബറൊക്കെ സത്യം പറഞ്ഞാൽ എന്താണ് ഇവരോട് ചെയ്തതെന്ന് എനിക്കത്ര മനസ്സിലാകും. നമ്മൾ ലൈവ് കാണുന്നവർക്ക് ഇവരെ അത്ര ക്രൂരമായിട്ട് ഒന്നും പറയുന്നതായിട്ടോ ആവശ്യത്തിന് മാത്രം ഇടപെടുന്നതായിട്ടൊക്കെ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ഇടപെടുന്നുണ്ട്. പിന്നെ ഈ ക്യാപ്റ്റൻസ് കഴിഞ്ഞ ആഴ്ച വരെ ക്യാപ്റ്റൻസ് പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാമായിരുന്നു. ഒരു ദിവസം ഫുഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഇവരെന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത്. അത് അവന്റെ കുറ്റം കൊണ്ടല്ല, ടാസ്ക് വന്നതിന്റെ ഭാഗമായിട്ട് താമസിച്ചു പോയി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അന്ന് വൈകിട്ട് 7 മണിക്കാൻ മറ്റോ കഴിച്ചത്. കഴിഞ്ഞിട്ട് പിന്നെ അവർ ഡിന്നർ ഉണ്ടാക്കിയില്ല, പക്ഷെ ആഹാരം ഇരിപ്പുണ്ടായിരുന്നു, ആരും ചോദിക്കാഞ്ഞിട്ട് കൊടുക്കാഞ്ഞെന്നും അക്ബർ പറയുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ അപ്പം ഇനിയെങ്കിലും നന്നായിട്ട് കളിച്ചാൽ കൊള്ളാം.